ഒന്ന് രണ്ടാമത്തെ പ്രാവശ്യം മാമലക്കണ്ടത്തോട്ട് പോവാം. പ്രാവശ്യം വീട്ടുകാരൊക്കെയായിട്ടാണ് പോണത്, ഒറ്റയ്ക്കല്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കോതമംഗലത്തൊരു പെട്രോൾ പമ്പിൽ നിർത്തി ഭക്ഷണം കഴിക്കാൻ വെറുതെ പോവാം. ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നേരെ മാമലക്കണ്ടം പോകണം. അവിടെ ആക്ച്വലി കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ ശരിയായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പോണത്. അപ്പോൾ അച്ഛനും ചിറ്റപ്പനും കൂടി പോകാൻ വേണ്ടിയിട്ട് ഇരുന്നത്. പക്ഷേ അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ വരാമെന്ന്. അത് കഴിയുമ്പോൾ ചിറ്റ വരാമെന്ന്, പിന്നെ വല്യമ്മ വരാമെന്ന് പറഞ്ഞു, വലിച്ചൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫാമിലി ട്രിപ്പായി. അപ്പോൾ എല്ലാവരും കൂടെ അവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ഈ രാത്രിയാവുന്നൊരു വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. വെള്ളച്ചാട്ടത്തിൽ തിരിച്ചു പോവാ. ഇനിയിപ്പോൾ നേരെ മാമലക്കണ്ടത്തോട്ട് കയറണം. ഇതിപ്പോൾ അവിടെ നിന്ന് 50 രൂപയും കൊടുത്ത് ഇതൊരെണ്ണം മേടിച്ചു. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. 2-3 പേരും കൂടി ഉണ്ട്. എല്ലാവരും വന്നുള്ള അബി. ഇതാണ് അബി. ദിസ് ഈസ് മൈ ബ്രദർ. ഭയങ്കര നാണക്കാരനാ അല്ലടാ. എല്ലാവരും കൂടെ നേരെ മാമലക്കണ്ടത്തോട്ട് പോകണം. അവിടെ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ട്രക്കിങ്ങിന് പോകണമെന്നൊക്കെ പറയുന്നു. പോവായിരിക്കുമല്ലേ? സെറ്റ് പോവും, പൊളിക്കും. ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. വീണ്ടും അതേ സ്ഥലം, അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ മാമലക്കണ്ടത്ത് കാണാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും കാണാനുണ്ട്. അവിടേക്കെല്ലാം ഇന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് വീട്ടിൽ പോകുള്ളൂ. എന്താണ് ഒന്നുണ്ട്, നല്ല വഴുക്കലുണ്ട്. ദിസ് ഈസ് മൈ സിസ്റ്റർ. എന്താ പാറ കഴുകണോ? ഇവിടെ നിന്ന് ഇറങ്ങണില്ല, വെറുതെ നിന്ന് വീട്ടിൽ പോകണം. ഈ പച്ച ചുരിദാറിട്ടത് വല്യമ്മ, നീല ചുരിദാറിട്ടത് ചിറ്റ, അതായത് ഇവളുടെ അമ്മ. ഇവരെല്ലാവരും ചേച്ചിയനിയത്തിമാരാ. എൻ്റെ അമ്മയും എൻ്റെ വല്യമ്മ ചിറ്റ, അങ്ങനെ എല്ലാവരും ഭയങ്കര ചേച്ചിയനിയത്തി, ഭയങ്കര ബന്ധമൊക്കെയാണ്. അത് വീഴുമ്പോ അല്ലേ, അപ്പം നോക്കാം. ആ ഇറങ്ങണ്ടോ? സെറ്റ്. ഞാനിപ്പോൾ തന്നെ വീണാനെ, ഇവർ രണ്ടുപേരും നടുക്കെത്തി. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോയി സ്ഥലമൊക്കെ നോക്കി സെറ്റപ്പ് ചെയ്തിട്ട് വേണം അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. അമ്മ അവിടെ ഒച്ചപ്പാടും വെള്ളം തുടങ്ങി. അവിടെ തെന്നി വീടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. പക്ഷെ ഇവിടെ നല്ല വഴുക്കലുണ്ട്, കണ്ട, നല്ല വഴുക്കലുണ്ട്, തെന്നിപ്പോ. ഇങ്ങോട്ട് വാ, അതിനിങ്ങനെ പിടിച്ചോണ്ടോ അല്ലെങ്കിൽ നിലത്ത് വീഴൂ. ഓക്കേ, പിന്നെ അത്യാവശ്യം നല്ല മഴ പെയ്യണു. മഴ പെയ്യാൻ തുടങ്ങി, മഴ. പിന്നെ ഒരടുത്ത പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തോന്ന്? അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് നല്ല രസം. ഇനി മഴയത്താണ് ഇനി ട്രക്ക് ചെയ്യാൻ പോണത്. അത് വെറുതെ കിടിലനായിരിക്കും. അപ്പം ശരിക്കും ഞാൻ നനയുണ്ട്. എന്താ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ആ വീട്ടിലെ ചേട്ടന് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയേക്ക് പറഞ്ഞു.
ഇന്നലെ അവരെ വിളിച്ചതാണ്, പക്ഷേ അതൊന്നും പറഞ്ഞിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയത്ര. അപ്പോൾ ഞങ്ങളിനി ആ പരിപാടി ഒന്നും ചെയ്യാനില്ല. ഇനി കോതമംഗലത്താണ് ആളുള്ളത്, അപ്പോൾ ചിലപ്പോൾ പോണ വഴിക്ക് കയറുമായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് നടന്നു. ഇവിടെ കിട്ടില്ല വ്യൂവാ, കാണിച്ചതാട്ടാ. കോട ഇറങ്ങിയേക്ക് നോക്ക്, വെറുതെ അടിപൊളിയാണ്. ഈ ഫോണിൽ കാണുന്ന പോലെ അല്ല വിഷ്വൽ, ശരിക്കും നല്ലപോലെ കട്ടിക്ക് കിടക്കണം ഇവിടെ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ജീപ്പിന് പോകണം മുകളിലോട്ട്, ട്രക്കിംഗ് ഉണ്ട്. അയ്യോ, ഇവിടെ ഫുള്ള് കോടയാണ്. ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു. ഇനി ആ വീട്ടിൽ നിന്ന് നേരെ തിരിച്ചിറങ്ങി ഇങ്ങോട്ട് പോകണം, ട്രക്കിങ്ങിന് പോകണം. ഫോട്ടോ അച്ഛൻ കൊടുക്കുക. നമ്മൾ കോട്ടെടുത്ത് കൈ പിടിച്ചിട്ട് വന്നേക്കാണ്. എൻ്റെ ആളുടെ അച്ഛൻ നനഞ്ഞും തന്നെ കൊടുക്കടി. എങ്ങനെ രണ്ടുപേരും തന്നെയാണ് എന്തിനാ? പനി പിടിച്ച വലിയ മോശം പറ്റില്ല കേട്ടോ. എല്ലാവരും കൂടെ കയറിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോ സന്തോഷം വേണം കേട്ടാ. ഓക്കെ, മുകളിലെത്തുമ്പോ സന്തോഷം വേണമെന്ന് അതാ പറഞ്ഞത്. ഇത് അവരുടെ വണ്ടി, ഇത് ഞങ്ങളുടെ വണ്ടി. ഞാൻ അറ്റത്തിരിക്കൂട്ടോ. അവൻ്റെ ഒരു സ്ഥലം മനസ്സിലായി. ഓക്കെ, ഇതമ്മ, ഇത് അനിയത്തി, ഇത് നേരത്തെ കാണിച്ചവൻ അനിയൻ, ഇത് ഞാൻ. ഇത്ര നേരം 2 വീൽ ഡ്രൈവറും ഇനി 4 വീൽ ഡ്രൈവ് ആക്കി വെച്ചിട്ടുണ്ട്. സീനായിരിക്കും. വരുന്ന കരയണ്ടോ? വിഷയമാണ് മോനെ. എങ്ങനെയുണ്ട് മമ്മി എക്സ്പീരിയൻസ് പറയൂ. സ്റ്റേജ് 1 തുടക്കം തന്നെ പേടിയാവുന്നുണ്ട്. ഇനി ഇത് കഴിയുമ്പോൾ എന്താവും എന്നുള്ളത് നമുക്കറിയില്ല. തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇഷ്ടപ്പെട്ട കേറാൻ പോണ വഴിയാണ്. സാധനം ട്രക്കിങ് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വഴിയുടെ ചാലൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ വഴി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വെറുതെ അടിപൊളിയായിരിക്കില്ല. അങ്ങോട്ട് അവർ വരണത് കാണിച്ചു തരാം. ഏതാ വ്യൂ, വിഷയതാണ്.
എന്നിട്ട് ചോദിച്ചത് അത് ഞങ്ങളോട് ചോദിച്ചോക്കെ. ലൈസൻസ് കൂടി എന്താണോ നിങ്ങൾക്ക് അഡ്വഞ്ചറിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഫുള്ള് കോട ഒന്ന് മൂടിയേക്കും അവര്. അയ്യോ ഫൈനലി ഞങ്ങൾ പഴയ ലൊക്കേഷനിലെത്തി. നിലവിൽ മഞ്ഞ് മൂടിക്കണം. അവിടുന്ന് ആ മഞ്ഞൊന്നും കോട മാറി കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാം. ഭാഗങ്ങളൊക്കെ കാണാം. അയ്യോ ഇവിടെ കുറച്ച് പേര് ഡാൻസ് ഒക്കെ കളിക്കണ്ട. ഇവിടെ സീരാണ് കണ്ട. അടിപൊളി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ജീപ്പിലൊന്നും എങ്ങനെ ഉണ്ടായി? അടിപൊളി. ഇതുപോലെ ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് വന്നതാണ്. വീട്ടിലിരിക്കാണ്ട് പുറത്തോട്ട് വന്നെന്ന് പറഞ്ഞത് തോന്നട്ടാ. അടിപൊളി, സൂപ്പർ. വന്ന സമയവും കൊള്ളാം. ഇവിടെ വെറുതെ വിഷയമാണ്. പിടിച്ചു പോട്ടാ. അങ്ങോട്ടാ കൈപ്പിടി. നടന്ന് പതുക്കെ ഇറങ്ങിയത്. ഇത്ര നേരം വണ്ടിക്കകത്തിരുന്ന് ഒച്ചപ്പാടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. നടക്കാൻ നോക്കി. അതെ ഇവിടെ കോട കയറി വരുവാണ്. വെറുതെ സീൻ സ്ഥലം. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വെറുതെ ഫുള്ള് ഇവരൊക്കെ ക്ലിയർ ആയിരുന്നു. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. കണ്ടാ ഒന്നും കാണാനില്ല. നോക്ക് ഫുള്ള് ഇവിടെയൊക്കെ കുറേ മലയൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല. അന്ന് വരുമ്പോൾ ഫുള്ള് ക്ലിയർ ആയിരുന്നു. ഇന്നിപ്പോൾ മഴയൊക്കെ പെയ്യണം, നനയാണ്. വെറുതെ കിടില സമയമാണ്. ആമലക്കണ്ണ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാവരും ഓടിച്ചാടി വീട്ടിൽ നിന്ന് വണ്ടിയും പെറുക്കി പോരെ. നേരത്തെ വന്നപ്പോൾ ഇവിടെ എല്ലാം കാണാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും കാണാനില്ല. ഹൈ വിഷയം വീട്ടിലും കോട. കിടപ്പ് കണ്ട ഏറെ സാധനം. ഓനെ സീൻ ക്ലൈമറ്റാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ പറ്റിയ മാമലക്കണ്ടത്തോട്ട് നേരെ പോരെ. വെറുതെ വിഷയമാണ്. ഒരു 2500 തൊട്ട് 3500 വരെ നല്ല കിടിലം പാക്കേജിൽ ചേട്ടന്മാർ അടിപൊളിയായിട്ട് സാധനം കൊണ്ടുപോയി കയറ്റി തരും. വെറുതെ പറയാൻ പറ്റില്ല. അതുപോലത്തെ ക്ലൈമറ്റാണ് ഇവിടെ. മഴയും കോടയും മൊത്തത്തിൽ വെറുതെ സീൻ സ്ഥലം. ഫുള്ള് കാണിച്ചരാ. ഇതാ ഏതോ ഇതൊക്കെ മുകളിൽ ഇവിടെ ഫുള്ള് ഇതാണ്. ഇവിടെ കോടയാണ് മുകളിൽ. ഒന്ന് കാണാൻ കൂടി വയ്യ. വെറുതെ വിഷയമാണ് ഇവിടെ. ഏതാ രസം. അയ്യോ മസ്റ്റ് വിസിറ്റാണ്. ഈ മൺസൂൺ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും പോരെ. ഈ ഒരു ചായ കുടിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ ട്രക്ക് ചെയ്യണം. എറണാകുളം ജില്ലയിലെ ഏറ്റവും ടോപ്പിലുള്ള ചായക്കട.
ചേട്ടനല്ലേ എറണാകുളം ജില്ലയിലെ ഏറ്റവും ചായക്കട. പേരെങ്ങനെയാ? മധു. എത്ര നാളായി ഇവിടെ? 4 വർഷമായി. ബാക്കി വിശേഷങ്ങളൊക്കെ പറ. വരുന്ന ഗസ്റ്റിന്റെ ഒക്കെ സഹകരണം, വണ്ടിക്കാരുടെ സഹകരണം കൊണ്ട് അജ്മീരിലേക്ക് നടക്കുന്നുണ്ട്. താമസം നോക്കിയിട്ട് 20 വർഷം. അതെ, 20 വർഷം. വീട് അല്ല, നാട്ടിൻ്റെ ആവശ്യം എവിടെയാ ഈ കടയുടെ പുറത്ത് പുറകില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ 2 വർഷമാണ് താഴേക്ക് പോയത്. വണ്ടിക്കാരുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും സഹകരണം കുറവാണ്. പിന്നെ അത്യാവശ്യം കുറേ പേര് സഹായിക്കുന്നുണ്ട്. കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടം അപ്പോൾ കുറവാണ്. പിന്നെ എന്നാൽ നമുക്ക് ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് സാധനങ്ങൾ ഡാമേജ് ആയി പോയി. ഇതൊക്കെ ഡേറ്റ് കാലാവധി കഴിഞ്ഞാൽ പിന്നെ സാധനമൊക്കെ പോകാം. അതെല്ലാവരും മേടിക്കുമല്ലേ? എല്ലാവരും മേടിക്കുന്നതല്ല, വണ്ടിക്കാർ നിർത്തുമെങ്കിൽ അങ്ങനെ മേടിക്കുള്ളൂ. അല്ല അവർ നിൽക്കാവുന്നത് നമുക്ക് ആ പാടെ ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കില്ല. കാരണം ഇവരുടെ ഓട്ടത്തിൻ്റെ ബുദ്ധിക്കാർക്ക് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരൊക്കെ കിട്ടുന്നവർക്ക് അവർ പോകും. ഞങ്ങൾ കുറച്ചാൾ മുമ്പ് വന്നിട്ടുണ്ട് ചാടിച്ചോണ്ടിവിടുന്ന്. അന്ന് നടന്നു വന്നേ. ഞങ്ങള് കുറേ പിള്ളേരുണ്ടായിരുന്നു. അന്ന് ഒരു 40 പേരായിട്ട് മൊത്തം നടന്നു കയറി. അവിടെ നമ്മുടെ LP സ്കൂളില്ലേ താഴെ, അവിടെ ക്യാമ്പ് ചെയ്തത്. അപ്പൊ അടുത്ത വരെ കാണാം. ശരി, ഓക്കെ. ഇനി ഇവിടെ നിന്ന് പോവാണ്. ഇനിയിപ്പോൾ ചായ കുടി കഴിഞ്ഞു. നേരെ അടുത്ത സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ ഇവിടെ ഒരു വീടുണ്ടോ? കാണാൻ പറ്റണമെങ്കിൽ അറിയാൻ പാടില്ല. കോടയാണ്. ഇവിടെ നിന്ന് ആണ് ഞങ്ങളിപ്പോൾ വന്നത്. അതായത് ഇതാണ് സ്ഥലം. അതിപ്പോൾ കാണാനില്ല. അവിടെ നിന്നാണ് ഞങ്ങളിപ്പോൾ ജീപ്പിൽ ഇറങ്ങി താഴെ ഇപ്പോൾ അടുത്ത സ്ഥലത്ത് വന്നു. മുനിപ്പാറ. ഇവിടെ വേറെ എന്തൊക്കെയോ കഥയൊക്കെ ഉണ്ട്. കഥ ചേട്ടനോട് ചോദിച്ചിട്ട് ചേട്ടൻ പറഞ്ഞുതരാൻ തുടങ്ങും. അതൊരു വിശ്വാസത്തിൻ്റെ പുറത്തുള്ളതാണ്. മുനിപ്പാറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഉണക്ക് വരുന്ന ടൈമിൽ, അതായത് വേനക്ക് ഇവിടെയുള്ള കൃഷിക്കാരൊക്കെ കൂടി നമ്മുടെ മുനിപ്പാറ വന്നിട്ട് പായസം നേർച്ചയായിട്ട് വെക്കും. അപ്പോൾ മുനിമാരെ പ്രീതിപ്പെടുത്തി മഴ പെയ്യിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഇവിടെ പായസം വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ മഴ പെയ്യുന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെ പെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇത് അധികം ഹൈറ്റ് ഒന്നുമില്ല. ഇത് ചെറിയൊരു സ്ഥലമാണ്. ലൈക്ക് അധികം ഹൈറ്റ് തന്നെയില്ല. അതുകൊണ്ട് ബൈക്ക് വരെ ഈസിയായിട്ട് കയറി വരും. കിട്ടുന്ന സ്പോട്ടാണ്. അവിടെ താഴെയും ബൈക്കുണ്ട്, ഇവിടെയും. ഇവിടെ വരെയൊക്കെ അവിടം വരെയൊക്കെ ബൈക്ക് കയറിപ്പോവും. അതിനപ്പുറത്തോട്ട് പോകില്ല. അതിൻ്റെ അടുത്തൊരു കുത്തനെ മല, അവിടെ ഒരു വാട്ടർഫാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം. എന്തായാലും വന്ന കാര്യം നടന്നില്ലെങ്കിലും നടന്ന കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു മുതലും ഇതിൻ്റെ ഡ്രൈവർമാരും പറയാണ്ടിരിക്കാൻ വയ്യ വിഷയമാണ്. വന്ന വഴിയൊക്കെ എന്ന് പറയുന്നത് എങ്ങനെ നടന്നു വരാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വഴികളാണ്. അതേക്കൂടാണ് അവർ ഈ മുതലൊക്കെ ഓടിച്ചുകൊണ്ട് വന്നത്. എന്ത് രസമായിരുന്നു. ഒരു സീനായിരുന്നു. നിങ്ങളിവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ കൺഫേം ആയിട്ട് പറയാം, ഇവരുടെ പാക്കേജ് നിങ്ങൾ എടുത്തോ. അഫോർഡബിളുമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സഹകരണമാണ് ഇവർ. ചേട്ടന്മാർ അവർ 2 പേര് ഞാൻ കാണിച്ചു തരാം, പരിചയപ്പെടുത്താം. അവർ 2 പേര് വെറുതെ സീനാണ്. വെറുതെ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇവിടുന്ന് വേറെ വീഡിയോ എടുത്ത് തുടങ്ങി. അവിടെ നോക്കി തരാം. അപ്പുറം പോയിട്ട് 2 മണിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ റിവർ ക്രോസിംഗ്. റിവർ ക്രോസിങ്ങിൻ്റെ വീഡിയോ എടുക്കണം. പക്ഷേ അതിനാദ്യം ഈ റിവർ ഞാൻ ക്രോസ് ചെയ്യണം, എന്നാലാണ് ബാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതാണ് അവസ്ഥ. ശോകമാണ്. മോളിൽ കൂടെ പോകാം. അയ്യോ, ഇതിൻ്റെ പൊക്കത്ത് കൂടെ വഴി ഉണ്ടെന്നാണ് തോന്നണേ. കല്ലുണ്ട്.
യെസ്, ഞാൻ റിവർ ഫുള്ള് ക്രോസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കില്ല, ഞാൻ തെന്നി വീഴും. കിടിലം ഫോട്ടോഷൂട്ടൊക്കെയാണ്. ഈ പുഴയും കിടന്ന് ഇത് സീൻ ഡ്രൈവിങ് കേട്ടോ, രക്ഷയില്ല. നല്ല കുത്തൊഴുക്കൊക്കെ ഉണ്ട്. എന്നിട്ടും അവരത് പുഷ്പം പോലെ ചാർത്തി ഇപ്പുറത്തോട്ട് എടുത്തു. വെറുതെ വിഷയമാണ് മൊത്തത്തിൽ. ഈ വണ്ടി ഉണ്ടാക്കിയവനെ ഏതായാലും സമ്മതിക്കണം. വിഷയമാണ് എന്തായാലും എല്ലാം കൊണ്ടും. ഇതാണ് നമ്മുടെ ഡ്രൈവർ ഏട്ടന്മാർ. എൻ്റെ പേര് പറഞ്ഞേ സെബിൻ. പിന്നെ ഈ ചേട്ടൻ ഉണ്ടായിരുന്നു, എൻ്റെ പേര് ജിബിൻ. ഈ ചേട്ടനാണ് നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. ദിനീഷ്. ഓക്കെ, ഇവരുടെ ഡീലിങ്ങൊക്കെ വെറുതെ സീനായിരുന്നു. ഇവരുടെ കോൺടാക്ട് നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഞാൻ താഴെ തന്നെ കൊടുത്തേക്കാം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇവരെ തന്നെ വിളിച്ചോ, അടിപൊളിയാണ് അല്ലേ. നിർത്തിക്കൊണ്ട് പൊക്കി പറയുമ്പോൾ ഇതുപോലെ അല്ലേ. അതെ, ഞാൻ എന്തായാലും ഒരു റെക്കമെൻഡ്. കാരണം ഞങ്ങൾ വന്നിട്ട് ഈ ചേട്ടനാണ് ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്തത്. ആളാണെങ്കിൽ ഇവർ രണ്ടുപേരും അറേഞ്ച് തന്നത്. നൈസായിരുന്നു, വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഇവരെ പറ്റി 2 വാക്ക് പറഞ്ഞേ. നല്ലൊക്കെ മാറാറില്ലേ? അതെ, എല്ലാവർക്കും ട്രെക്കിങ് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്രെക്കിങ്ങിന് വന്നിരിക്കുന്നത്. ഇത്രയും നല്ലതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം. അതിലൊന്ന് ഫുഡ് കഴിക്കണം. അത് മാത്രമേ ഉള്ളൂ ഇതിന് പരിപാടി. അതും കൂടെ ഉണ്ടാവും വീഡിയോയിൽ, വേറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നിപ്പോൾ കംപ്ലീറ്റ് വെറുതെ വിഷയമായി. ഞങ്ങൾ വന്ന കാര്യം നടന്നില്ല, പക്ഷേ വേറെ നടന്ന കാര്യങ്ങൾ വെറുതെ അടിപൊളിയായിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല. ലൈക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ വരുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ എത്തി ഞങ്ങൾ മലയുടെ മുകളിലേക്ക് കയറുമ്പോഴേക്കും നല്ലപോലെ മഴയൊക്കെ പെയ്ത് കോടയൊക്കെ പിടിച്ച് വെറുതെ സീൻ ക്ലൈമറ്റും വെറുതെ വിഷ്യ റൈഡ്. അത് ഞാൻ ഇരിക്കും മുമ്പ് ജീപ്പ് ട്രക്കിങ്ങിന് പോയേക്കുന്നത് നമ്മുടെ കൊളുക്കുമലയിലാണ്. പക്ഷെ അവിടത്തേക്കാളും എനിക്ക് എന്തുകൊണ്ടും കിടിലം തോന്നുന്നത് ഇവിടെയായിരുന്നു. ഞങ്ങൾ അന്ന് നടന്ന് കയറിയപ്പോൾ ഇവിടെ വണ്ടി വരില്ല എന്ന് വിചാരിച്ച വഴി കൂടെയൊക്കെ ആയിരുന്നു ഇന്ന് ജീപ്പ് കയറി പോയത്. സോ നമുക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല ഈ റൂട്ടിൽ ജീപ്പ് വരും എന്നൊക്കെ. അതേപോലത്തെ ഒരു സെറ്റപ്പായിരുന്നു. നല്ല രസം എന്തായാലും. അപ്പോൾ ഈ മൺസൂൺ ടൈമിൽ തന്നെ മാക്സിമം വരാൻ നോക്കുക. അതിന് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ നല്ല വെയിലൊക്കെ ഇരിക്കും. പിന്നെ വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ വഴിയില്ല അതിൻ്റെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മാക്സിമം മൺസൂണിൽ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഞാൻ അവരുടെ കോൺടാക്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ തന്നെ കൊടുത്തേക്കാം. മസ്റ്റായിട്ട് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കോൺടാക്ട് ചെയ്യുക. അവർക്ക് അത്യാവശ്യം വണ്ടികളുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരിവിടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അത് അറേഞ്ച് തരും. ഇനി അതല്ല, ചിലപ്പോൾ വിളിച്ചാൽ കിട്ടില്ല, കാരണം ഇവിടെ റേഞ്ച് കുറവാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടാം അവർക്ക്. ഇപ്പോൾ ഇന്ന ദിവസം വരുന്നുണ്ട്, നമുക്ക് വണ്ടി വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്ര ടൈമും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്പോട്ട് പറയും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അവരെ മീറ്റ് ചെയ്യാം. പിന്നെ വണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെച്ചാൽ പരിപാടി കളക്ട് ചെയ്യാൻ മീൻസ് അവർ നമ്മൾ കൊണ്ടുപോകും അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.